ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, ഹൗ ആർ യു? എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സന്തോഷമാണ് എല്ലാവർക്കും. ഞാൻ ഓർത്തൊരു ക്യുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്ന്. സോ ഐ ആം ഹിയർ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളിൽ കുറച്ച് പേർക്ക് നിങ്ങളൊരു ട്രാപ്പിൽ പെട്ട പോലെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഏതോ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായോ, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെട്ടുപോയോ, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? അങ്ങനെ നിങ്ങളെ ടോട്ടലി ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അങ്ങനെയുള്ളൊരു തോട്ട് നിങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, അയ്യോ എനിക്കിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? അങ്ങനെ ആരെങ്കിലും ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു പോസിറ്റീവ് മെസ്സേജാണ്. നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടും, കംപ്ലീറ്റ്ലി നിങ്ങളതിൽ നിന്ന് പുറത്തു വരും. അതിനുവേണ്ടിയുള്ള സപ്പോർട്ടും അതിനുവേണ്ടിയുള്ള യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. സോ ആരെങ്കിലും അങ്ങനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ബി സാഡ്. ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. പുറത്തു വരുന്നത് വരെ കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ടിരിക്കുക. ചില സമയത്തുണ്ടല്ലോ, നമ്മളെ തന്നെ ബാക്കിലേക്ക് വലിക്കും. നമ്മുടെ തോട്ട്സ് തന്നെ നമുക്ക് ശത്രുവായിട്ട് വരും. അനാവശ്യമായിട്ടുള്ള തോട്ട്സും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളെ തന്നെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളിപ്പോൾ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അതിനൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണോ, എന്തൊക്കെ കാര്യങ്ങളാണോ മുന്നോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ഈ ഒരു സെയിം ടൈം പ്ലാൻ ചെയ്യുക. അതിനുവേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ട്രാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള സ്റ്റെപ്സും ആക്ഷൻസും കാര്യങ്ങളും എടുക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാവുക. ഞാനിത് ഓവർകം ചെയ്ത് പുറത്ത് വരും എന്നുള്ള വിശ്വാസം ഉണ്ടാവുക. ഓക്കെ, ഇനി അതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ അത് സംസാരിച്ചിട്ട് അതിനുള്ള സ്റ്റെപ്സും ആക്ഷൻസും എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം കാണിച്ചു തരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് പേരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്, ചില കാര്യത്തിൽ, ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല, വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, എന്തായിരിക്കും ഇങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് കാണാൻ സാധിക്കുന്ന, ഒരു എക്സ്പ്ലനേഷൻ, ആ ഒരു സിറ്റുവേഷനെ പറ്റി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ അതുവഴി ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് കംപ്ലീറ്റ് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുന്നവരുടെ ഏതോ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എനിക്കൊരു അമ്മയുടെ ഫിഗർ അവിടെ കാണാൻ സാധിക്കുന്നത്. ആ അമ്മ തൻ്റെ മക്കളെ ഓർത്ത് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതോ ഒരു കാര്യം, മക്കൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ച ഏതോ ഒരു കാര്യം നടക്കാത്തതിനെ തുടർന്ന് ഈ ഒരു സമയം വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് നാളുകളായിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷേ അത് നടക്കുന്നില്ല. ആ ഒരു സങ്കടത്തിൽ ഒരമ്മ വിഷമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെയുണ്ട്. അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ ഓർത്ത് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്, പോസിറ്റീവായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായം, ഒരു സഹായഹസ്തം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് നിങ്ങളെ തേടി ഈ ഒരു സമയം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ആ കാര്യം നടക്കാനുള്ള, നിങ്ങളുടെ ആ ഒരു കാര്യം സക്സസ്സിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. സോ പോസിറ്റീവായിട്ടിരിക്കുക. വളരെ മനോഹരമായിട്ട്, ഉദ്ദേശിക്കുന്ന കാര്യം വളരെ മനോഹരമായിട്ട് നടക്കുന്നതാണ്. യൂണിവേഴ്സിൻ്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും എല്ലാവിധ ബ്ലെസ്സിങ്സും ആ ഫാമിലിക്കുള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. എനിക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളിൽ പലരും പ്രോഫിറ്റബിൾ അല്ലാത്ത എന്തോ ഒരു കാര്യം കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും പലരും നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടും, അത് നിങ്ങളുടെ പാഷൻ ആയതുകൊണ്ടും നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്തു. പക്ഷേ അതിൽ നിന്നൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് ഉണ്ടായിട്ടില്ല. ഒരു കിട്ടുന്നൊരു ആത്മസംതൃപ്തി അല്ലാതെ, വളരെ ചെറുതായിട്ടുള്ളൊരു പ്രോഫിറ്റും ഇല്ലാതെ, പ്രത്യേകിച്ച് അതിൽ നിന്ന് നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഒരു പാഷൻ ആയതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടി 100% വർക്ക് ചെയ്ത് വന്നിട്ട് ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്കിനി അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു സക്സസ് പോയിന്റിലേക്ക് എത്തുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ മെസ്സേജ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്,
നിങ്ങൾ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളിലൊക്കെ പെട്ടിട്ട് കടബാധ്യതകൾ ലൈബിലിറ്റീസ് ഒരുപാടുണ്ട്, ഞാനിനി എങ്ങനെ പുറത്ത് വരും, ഇതിന് എനിക്ക് എങ്ങനെ അടച്ചു തീർക്കാൻ പറ്റും, അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിനുവേണ്ടിയുള്ള വഴികൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് അത് കൃത്യമായി വിശകലനം ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തായാലും അത് അടച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ, ചിലവരുടെ കേസിൽ കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ കൈമാറി വരാനുള്ളൊരു ചാൻസ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫാമിലി പരമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആവാനുള്ള ഒരു ചാൻസ് വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് പോയിന്റിലേക്ക് എത്താം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവാനും നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ ഐഡിയാസൊക്കെ സ്വീകരിക്കപ്പെടാനും നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ മൂലം ഫാമിലി ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനും അതിൻ്റെ കംപ്ലീറ്റ് സക്സസ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ മെസ്സേജ് എനിക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്, റിലേഷൻഷിപ്പിൻ്റെ കേസ് വരുമ്പോൾ ആരോ ഇപ്പോഴും പാസ്റ്റിലെ കാര്യത്തിൽ ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന കാര്യത്തെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സിനെ ഓർത്തിട്ട് നിങ്ങൾ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൈറ്റ് ബി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി, ആ വ്യക്തി വേറൊരു ലൈഫിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ കുറച്ച് പേര് അത് ഓർത്തിട്ട് വിഷമിച്ച് അവർക്ക് വേണ്ടിയുള്ള ഫീലിങ്സൊക്കെ ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക. അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി വേറൊരു ലൈഫിലേക്ക് പോയി. സോ അവരോടുള്ള ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ആർക്കാണെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും അവരെ ഓർത്ത് വിഷമിച്ചിരുന്ന് നിങ്ങളുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആവാതെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അവർക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് അവിടെ നിങ്ങൾ റിലീസ് ചെയ്യുക. ദെൻ യു ഹാവ് ടു മൂവ് ഓൺ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻസൊക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സെൽഫിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റീഡിങ് റൈറ്റിംഗ് ഹാബിറ്റൊക്കെ ഉള്ളവരായിരുന്നു നിങ്ങൾ, ഒരുപാട് വായിക്കുന്നവരായിരുന്നു. പക്ഷെ കുറച്ച് നാളുകളായിട്ട് മടി മറ്റ് തിരക്കുകൾ കാരണം അതിൽ നിന്നൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒന്ന് വായിക്കണം, ആ ഒരു റൈറ്റിംഗ് ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എഴുതാൻ സാഹിത്യപരമായിട്ട് എന്തൊക്കെയോ എഴുതാൻ കഴിവുള്ളവരാണ്. യൂണിവേഴ്സോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു കഴിവിനെ ഒന്ന് പൊടിതട്ടി എടുക്കാൻ വേണ്ടി ഒന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു സമയം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതും. അങ്ങനെ ആരെങ്കിലും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വായന എഴുത്ത് ശീലം ഒന്ന് തിരികെ കൊണ്ടുവരണം. അതിൽ നിന്ന് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യേണ്ട എന്തോ സംഭവിക്കാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. പക്ഷേ എഴുതിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നല്ല നല്ല കാര്യങ്ങൾ, ആ നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർ ഇൻസ്പയർഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രൊമോട്ട് ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നൊരു പോയിൻ്റ്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ മുതിർന്നവർ നമ്മൾക്ക് കുറച്ച് അഡ്വൈസസ് തരും, ഉപദേശങ്ങൾ തരും. പക്ഷേ പലപ്പോഴും ഉപദേശങ്ങൾക്ക് നമ്മളാരും ചെയ്തു കൊടുക്കാറില്ല, ഇല്ലേ? നമ്മൾക്കൊരു ഇറിറ്റേഷനാണ്. കുറേ തവണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് കാണിക്കാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, പല തവണകളായിട്ട് ഒരേ കാര്യം നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, മുതിർന്ന ആൾക്കാർ മാത്രമല്ല, ചില സമയത്ത് നമ്മളുടെ സെയിം ഏജ്ഡായിട്ടുള്ളവർ നമ്മളെക്കാളും യങ് ആയിട്ടുള്ളവരൊക്കെ നമുക്ക് സെയിം അഡ്വൈസസ് പിന്നെയും തരുന്നുണ്ടെങ്കിൽ അതൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് 2 വഴികൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരേ സമയത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ഓപ്ഷൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലവരുടെ കേസിൽ 2 എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആവാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ 2 വഴികളുടെയും എല്ലാ വശങ്ങളും കൃത്യമായിട്ട് വിശകലനം ചെയ്യുക. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവാം. പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം നോക്കിയിട്ട് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത്, ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് ആപ്റ്റായിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കായി തരുന്നത്.
പിന്നെ എനിക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ മെസ്സേജായിട്ട് കാണുന്നത്, ആരെങ്കിലും പ്രഗ്നൻസിക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് ഇവിടെ കൺഫേം ആയിട്ട് കാണാൻ സാധിക്കുന്നു. രണ്ട് കാർഡിലും ആ ഒരു സെയിം എനർജി എനിക്കിവിടെ ലഭിച്ചു. സോ അങ്ങനെ ആരെങ്കിലും കുറേ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസിയുടെ ഒരു ഭാഗ്യം നിങ്ങൾ തേടി വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ആ ഒരു ഭാഗ്യം, ആ ഒരു അനുഗ്രഹം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ ചിലവർ റിട്ടയർമെൻറ്റ് സ്റ്റേജിലാണ്, നിങ്ങളുടെ ജോബിൽ നിന്ന് റിട്ടയർഡ് ആവുന്ന ഒരു സ്റ്റേജിലാണ്, മൈറ്റ് ബി നിങ്ങൾ റിട്ടയർഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, ഇനിയൊരു ലൈഫ് ഒരു റിലാക്സ്ഡ് ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. റിട്ടയർഡ് ആയവർ എന്തെങ്കിലും പെൻഷൻ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ്റെ പേപ്പറും കാര്യങ്ങളും ശരിയാവാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാവുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതോർത്ത് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക, അത് എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആവുന്ന ഒരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ മെസ്സേജ് കാണാൻ സാധിക്കുന്നത്, മീഡിയ പരമായിട്ട് ഏതൊക്കെയോ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ തേടി നടന്നവർക്ക്, മൈറ്റ് ബി എന്തെങ്കിലും ഓഡീഷൻസിലോ അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തവർക്കൊക്കെ ആയിരിക്കും, അവർക്ക് ഏതോ ഒരു ചാൻസ് വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കും ഫ്രം ദെയർ എൻഡ്. സോ അത് നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ചിലരുടെ എനർജി എനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളെ വളരെ തമാശകൾ പറയാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ തമാശകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരായിക്കോട്ടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളെ ശ്രവിക്കാറുണ്ട്, നിങ്ങളെ കേട്ടിരിക്കാറുണ്ട്. വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ ആ ഒരു ചിരിയിൽ മറച്ചു വെക്കും. നിങ്ങളുടെ തമാശകളിൽ നിങ്ങളത് മറച്ചു വെക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമയം, ഈ വീഡിയോ കാണുന്ന സമയം, ഇതിന് തൊട്ട് മുന്നേ വരെ നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിക്കുമ്പോൾ നിങ്ങൾ വളരെ ചിരിച്ചും കളിച്ചും സംസാരിച്ചിട്ടുണ്ടാവും. ഒരാളെ പോലും അറിയിക്കാതെ അങ്ങനെ പല വിഷമങ്ങളും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുടെ എനർജി എനിക്കിവിടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു കാര്യം ഓർക്കുക, ഏഞ്ചൽസ്, യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് ബ്ലെസ്സിങ്സ് ഈ ഒരു സമയം വരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു സമയം ഒരു വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ആ ഒരു വിശ്വാസം വെക്കുക, യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും, നല്ലൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അങ്ങനെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ഒരു തമാശയിലൂടെ നിങ്ങൾ കാണിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം റിയലായിട്ട് ഉണ്ടാവട്ടെ. ഉള്ളിൽ നിന്ന് തന്നെ ഇനി വരാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ടോട്ടലി കാണാൻ സാധിക്കുന്നത് ദ ഡേയ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ളൊരു എനർജിയാണ്. അതായത് ഒരു സൂര്യനെ പോലെ, ഇവിടെ സൂര്യൻ്റെ ഒരു എനർജി ഉണ്ട്, സൂര്യനെ പോലെ ബ്രൈറ്റായിട്ട് നിങ്ങളുടെ ലൈഫ് മാറുന്ന ഒരു എനർജി എനിക്ക് കൂടുതൽ ഇവിടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സൂര്യനെ പോലെ ജ്വലിക്കാൻ, സൂര്യനെ പോലെ എന്താ പറയുക, മുന്നോട്ട് അത്രയും പവറായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ആവശ്യങ്ങളാണ് പലപ്പോഴും സൃഷ്ടിയുടെ മാതാവ് എന്നാണ് പറയാറുള്ളത്. നമ്മുടെ ലൈഫിൽ വരുന്ന ചില ആവശ്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഒരുപാട് സൃഷ്ടികൾ നമ്മളിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവർക്ക് എന്ത് സ്നേഹ സൈനിങ് ഓഫ്. ബൈ.